എന്താണ് രാവിലെ ആളുകൾ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുന്നത്? കമല സർക്കസ് മുങ്ങി. അയ്യോ, നാട്ടുകാർ ടെന്റ് പൊളിച്ച് തീയിടുകയും ചെയ്തു. എന്റെ കർത്താവേ, അവളാ ആ വിമല ആ സർക്കസ് കൂടാതെ തീയിട്ടത്. അവളെ മുതലാളി ഞാനൊന്ന് പറയട്ടെ. ആ സർക്കസുകാരൻ ശിവനില്ലേ, അവനല്ല ശിവൻ, പുന്നപ്ര ശിവൻ. കാര്യം പറയടാ. നമ്മുടെ ടെന്റിന്റെ അടുത്ത വീട്ടിൽ കുളിച്ചോണ്ടിരുന്ന കാമാക്ഷിയുടെ 3 പവന്റെ മാലയും പൊട്ടിച്ചോണ്ട് അവൻ ഓടി. ഈ മാലയും കൂടി ചേർത്ത് അവളുടെ 5ാമത്തെ മാലയാണ് പോണത്. എന്നിട്ട് കാമാക്ഷിയുടെ കരച്ചിലേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയ്യോ, കുഴപ്പാവും. എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ കാമാക്ഷി കാര്യം പറയണം. എന്ത് കാര്യം? ആ മാല മുക്കുകൊണ്ടു വരുന്നെന്ന്. ഈ ശിവനുണ്ടല്ലോ 40ഓളം കേസിലെ പ്രതിയാണത്രേ. മാല എവിടെ കണ്ടോ അത് പൊട്ടിക്കലാണ് അവന്റെ പ്രധാന ഹോബി. അല്ല, അവൻ പോലീസിനോട് എന്റെ പേരെങ്ങാനും പറയുവോ? പിന്നെ പറയാതിരിക്കോ? മുതലാളിയല്ലേ അവനെ കൊണ്ടുവന്നത്. പേടിപ്പിക്കല്ലേ, അവൻ എന്റെ പേരൊന്നും പറയല. അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചോ. പാവം മുതലാളി. കാശ് മുടക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഒന്നിനും ഒരു ഫലമില്ല. പിന്നെ കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. എന്നാലും ക്യാഷായിട്ട് തരില്ലല്ലേ? ജോലി 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 പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ എപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ വായിട്ടലപ്പിക്കുന്നേ? ചേച്ചി എന്നാലും ഒരെന്നാലും ഇല്ല. ഓരോ ദിവസവും ടിവിയിലും പത്രങ്ങളിലൊക്കെ എന്തൊക്കെ വാർത്തകളാ വരുന്നത്. ബസ്സിൽ പീഡനം, ട്രെയിനിൽ പീഡനം. പെൺപിള്ളാരെ പുറത്തേക്ക് വിടാൻ തന്നെ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പേടിയാ. എന്തിന്? സ്കൂളിൽ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കൊച്ചിനെ വിടാൻ പോലും പേടിക്കുന്ന കാലമാ. പിന്നെങ്ങനാ? അതുകൊണ്ട് തൽക്കാലം എന്റെ മോള് ജോലിക്കൊന്നും പോണ്ട. ചേച്ചി, ഇത് UK-യിലെ ഒരു കമ്പനിയുമായി ടൈപ്പുള്ള സ്ഥാപന. തന്നെയും അല്ല, ചേച്ചി കരുതുന്ന പോലെ എല്ലാ ജോലി സ്ഥലത്തും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എവിടെ പോയാലും നമ്മൾ നമ്മളെ സ്വയം ശ്രദ്ധിച്ചാ മതി. അതൊക്കെ ശരി തന്നെ, എന്നാലും വേണ്ട, ശരിയാവൂല. പാർലമെന്റിലെ പുതിയ വനിതാ ബില്ല് പാസാക്കിയത് ചേച്ചി അറിഞ്ഞില്ലേ? ഏത് ജോലി സ്ഥലത്താണേലും ഇനി ഒരുത്തന്നെ വിളച്ചിൽ സ്ത്രീകളോട് നടക്കില്ല. നടന്നാലേ അപ്പ വിവരം അറിയും. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനാ വല്ലപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കണമെന്ന് പറയുന്നത്. അതെ, എത്ര ബില്ല് ആരൊക്കെ എവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി പാസാക്കിയെന്ന് പറഞ്ഞാലും ശരി, ഒരു കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചേച്ചി ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ പൊന്നു ചേച്ചി, വെറും 8 വേക്കൻസിക്ക് വേണ്ടി 200ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇന്റർവ്യൂ വിളിക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യമല്ലേ? ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടണമെന്നില്ല. എനിക്കും അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം എല്ലാവരോടും പറയാ, ഈ കാര്യം മേലിലൂടെ പറയരുത്. മനുഷ്യൻ മനസ്സമാധാന പ്രധാനം കേട്ടാ. ജോലി സ്ഥലത്തൊക്കെ കുഴപ്പമത്രേ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ആരും ജോലിക്ക് പോകുന്നില്ലേ? എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കാ. പെരുന്തച്ഛന്റെ സ്വഭാവ. വേറെ ആരും പോടി അവിടുന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനസമാധാനത്തോടെ ഒരു സിനിമ കാണാൻ സമ്മതിക്കില്ല. ശല്യങ്ങള്. ഗൗരി ചേച്ചി, എന്തു പറ്റി? കാണുന്നില്ലേ? നല്ല സിനിമയാണല്ലോ. ഞങ്ങള് പോവുക വിമലെ. ഞങ്ങൾക്ക് സിനിമയും കാണണ്ട, ഒന്നും കാണണ്ട. ആഭാസന്മാര്. അയ്യോ നിക്ക്, പോവാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, നിങ്ങൾ 4 ആളും ഒന്ന് പുറത്തേക്ക് വരുമോ? എന്തിനാ? അല്ല, ഒരു കാര്യം പറയാനായിട്ടാ. വന്നാട്ടെ സാർ, വരൂ. എന്താ കാര്യം പോയി നോക്കില്ല. വരാം മോളെ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരാണ്, ഇത്തിരി തമാശയൊക്കെ ആവാം. പക്ഷെ കാണാൻ വരുന്ന മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന മോശമല്ലേ? ഓ വരട്ടെ വരട്ടെ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടല്ലേ പടം കാണാൻ വരുന്നേ. അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ. വലിയ കെട്ടിലമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്ന് TV കണ്ടാ പോരെ. തിയേറ്ററിലാവുമ്പോ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അതെ, ഞാൻ ഈ പ്രായം മുതൽ ടാക്കീസ് നടത്താൻ തുടങ്ങിയതാ. വെള്ളം ഒന്നും ചെലവാകത്തില്ല. പടാ. അല്ല പിന്നെ നാളെ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാനും വരാം. അപ്പൊ നാളെ കാണാം. ഓക്കെ. ആ ഭരതന്റെ വാക്കും കേട്ട് പാപ്പച്ചൻ മുതലാളിക്ക് വേണ്ടി വിമലയോട് ഉടക്കാൻ പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്നാലും അവള് ചാടിക്കേറി അടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലെ ഞാൻ അവൾ എന്റെ വലയിൽ തന്നെ വന്ന് ചാടും. അല്ല പിന്നെ ദേ നോക്കിയേ, ആരാ വരുന്നെന്ന്. നിന്റെ ചേച്ചി എന്റെ കവളിൽ നിന്ന് തല്ലി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ നൊമ്പരം മാറണമെങ്കിൽ നീ വിചാരിക്കണം, ഈ സുന്ദരിക്കുട്ടി ഇവിടെ ഒരു ഉമ്മ അത്രേ വേണ്ടു. ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയേ കൊള്ളാമായിരുന്നു. വേഗം ധൃതി വെക്കാതെ അവള് തരും.
പിടിക്കണം. ഏയ്, നിന്നോടാ പറഞ്ഞേ. ഇങ്ങോട്ട് മാറുന്നില്ല. എന്താ? മോള് പേടിക്കണ്ട. ഇനി മോളെ ആരും ശല്യപ്പെടുത്തുന്നില്ല. കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇതെങ്ങാനോ ആ വിമല അറിഞ്ഞാണ്ടല്ലോ ഓടിക്കും നിന്നെ. നീ എന്താ വിമലയെ കുറിച്ച് കരുതിയത്? വിമലയുടെ എല്ലാമാണ് ആ കുട്ടി. സ്വന്തം ജീവിതം വരെ വേണ്ടെന്ന് വെച്ചിട്ടാ അവൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വിമല ഈ വീടിന്റെ പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് നിർബന്ധ. അതല്ലാന്ന് വെച്ചാൽ നിനക്ക് പോകാം. നിന്റെ സ്നേഹം സിൻസിയർ ആണെന്ന് എനിക്കറിയാം. ഊമയാണെന്നറിഞ്ഞിട്ടും നീ നിന്റെ നിലപാട് മാറ്റിയില്ലല്ലോ. നീ പറയാറുള്ള ബാങ്ക് ഏതാണെന്ന് എനിക്ക് ഇപ്പൊ പിടിയിട്ടു. അവിടുന്ന് നിനക്കൊരു ലോൺ സംഘടിപ്പിച്ചു തരാമോന്ന് ഞാനൊന്ന് ശ്രമിക്കാം. പക്ഷേ കാത്തിരിക്കേണ്ടി വരും. വേണു, എന്താ വേണു? എന്താ ഉണ്ടായേ? എന്ത്? എന്റെ ഉണ്ണി അവരെന്താ ചെയ്തത്? അതോ, ആ പിള്ളേരുടെ ഒരു തമാശ. നമ്മുടെ ഉണ്ണിമായ ഇങ്ങോട്ട് വരുമ്പോ അവന്മാരെന്തോ ഒരു കമന്റ് പറഞ്ഞു. എന്റെ അമ്മോ, ഉണ്ണിമായ ശരിക്കും അവന്മാരെ വിരട്ടിക്കളഞ്ഞില്ലയോ? പോരാഞ്ഞിട്ട് ഒരുത്തന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. വിമലയുടെ അല്ലേ അനിയത്തി. ഇതൊന്നും അല്ല രസം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവന്മാരെ ശരിക്കും അങ്ങ് പെരുമാറുകയും ചെയ്തു. ദേ, ആ പ്രശ്നം അതോടെ അവസാനിച്ചു. ഇനി വെറുതെ കുത്തിപ്പൊക്കരുത്. വിമല പോയട്ടെ. ശരി. ഓ, രക്ഷപ്പെട്ടു. അവിവാഹിതരായ ആരെയും കാണുന്നില്ലല്ലോ. ആ, ഇനിയിപ്പോ ഞാനറിയാതെ എല്ലാരും കല്യാണം കഴിച്ചങ്ങ് പോയോ? രാവിലെ വടക്കവശത്ത് കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് നല്ലൊരു കോളുണ്ടെന്ന്. അതെ, നല്ലൊരു കോളുമായിട്ടായി കമലാസൻ വന്നിരിക്കുന്നത്. ആർക്കാ? ഗംഗയ്ക്കോ യമുനയ്ക്കോ? അതെ, ഗംഗയായാലും യമുനയായാലും പെരിയാറായാലും കരമനയാറായാലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. കണ്ണു വെക്കില്ലേ എന്റെ ചേട്ടാ? എനിക്ക് കണ്ണു വച്ചല്ലേ പറ്റൂ. ഓഹോ, എന്നാ കേൾക്കട്ടെ. ആലോചിക്കാൻ മറട്ടെ. ആദ്യം ശമ്പള പരിഷ്കരണം, എന്നിട്ട് മതി കല്യാണാലോചനയൊക്കെ. ഞങ്ങൾ സീരിയസ് ആയി പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോ വെറും ഒരു പണിക്കാരനായ നീ വന്ന് തമാശക്കല്ലേ? തമാശയൊക്കെ പറയാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു അരമണിക്കൂർ തരാം നിന്റെ മിമിക്രി ഷോ കാണിക്കാൻ. നിർത്തണോ? 10 പറ്റ പെണ്ണുങ്ങളുടെയും 5 കെട്ടി ആണുങ്ങളുടെയും കല്യാണമല്ല താൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. എന്റെ തന്തയ്ക്ക് വിളിച്ചാലും ഞാനങ്ങ് ക്ഷമിക്കും കേട്ടോ. പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. എന്താടോ ഓണോ? കണ്ടകശനി നിൽക്കുമ്പോ ശുഭകാര്യങ്ങൾ പറയാൻ പാടില്ല. എന്റെ ചോദ്യത്തിന് ചേച്ചി മറുപടി പറഞ്ഞില്ല. ഓ, ഇത് പറയാനാണോ സ്വാമി രാവിലെ കുറ്റിമറിച്ചോണ്ട് പോകുന്നത്? അതെ, വരട്ടെ, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടേ ഞാൻ ആ പഴയ 4000 തന്നെ നിൽക്കുക. സമയം കൊണ്ട് മാറി നിൽക്കുന്ന എന്നാ കളിയാക്കുവാണോ? അതുകൊണ്ട് എനിക്ക് ശമ്പള പരിഷ്കരണം അനിവാര്യമാണ്. എനിക്ക് കൂട്ടി തന്നാ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ടാക്കീസ് ഇട്ടിട്ട് പാട്ടിന് ഓ, സമാധാനമായി. ടാക്കീസ് അടഞ്ഞു കിടന്നാലും വേണ്ടല്ലോ, നീ പോ. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ചേച്ചി ചൂലൊന്ന് പിടിച്ചേ. ചേച്ചി ചൂല് വെച്ച് എത്ര വേണേലും എന്നെ അടിച്ചു. ഞാനിവിടെ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടോളാം. പക്ഷെ ഷോ ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന മഹാരായ ടാക്കീസിന്റെ ഗേറ്റ് വന്ന് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതാ. അത് നേരം സ്വാമിയേട്ടും പറഞ്ഞതാ. ഓഹോ, എന്റെ കൊച്ചേ, എന്റെ വായിന്നൊരു ചെറിയ അബദ്ധം ചാടിയെന്ന് കരുതി ഇങ്ങനെ കയറി മേളായിക്കല്ലേ. ഞാൻ ശമ്പളം കൂട്ടി ചോദിച്ചില്ലാലും അടുത്ത മാസം തൊട്ട് ചേച്ചി എനിക്ക് ശമ്പളം കൂട്ടി തരുമെന്ന് എനിക്ക് അറിയാം. ഈ വിമല ചേച്ചി ആള് ഭയങ്കര, എല്ലാം ഒളിപ്പിച്ചു വെക്കും. സമയമായി മാറ്റിനീടേ. ശരി. ഓ, രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ ടാക്കീസ് അടിച്ചു വരുന്നതിനിടയില് നോക്കിയപ്പോ 4 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആര്? ആ ചക്കിപ്പൂച്ച 3 കുഞ്ഞുങ്ങളും. അത് പിന്നെ വന്നു. ഞാൻ ഓടിച്ചു വിട്ടായിരുന്നല്ലോ. എത്ര തവണ നമ്മൾ അടിച്ചോടിച്ചാലും ആ ചക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ വരും. കുഞ്ഞുങ്ങളെ നമ്മള് കാണാതെ ഒളിപ്പിച്ചു വെക്കാനേ ആ ചക്കിക്ക് വലിയ ബിരുദ. അതുപോലൊരു ചക്കിപ്പൂച്ച ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഉണ്ണിമായല്ലേ ചേച്ചി ഉദ്ദേശിച്ചേ? മിണ്ടാപ്പൂച്ചയാണല്ലോ കാലം അടയ്ക്കുന്നത്. എന്റെ ഉണ്ണി അല്ല. ഉണ്ണി നല്ല കുട്ടിയാ. പിന്നെ എന്താ ചേച്ചി?
ഇതാരാ? അയ്യോ, എന്താ മോളെ? ഒന്നുമില്ല. ഇത്തിരി വെള്ളം എടുത്ത് കുടിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ചേച്ചി, ഞാനല്ല. എനിക്കറിയില്ല, ഞാൻ ഇപ്പഴാ കാണുന്നേ, സത്യം. വേണ്ട മോളെ, ആ കളി വേണ്ട. ഞാൻ ചെയ്ത മോശമായിപ്പോയി, വേണ്ടായിരുന്നു. ഏതോ ഒരു ഫോട്ടോ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എന്റെ കുട്ടികളെ വെറുതെ സംശയിച്ചു. പോട്ടെ. എന്തു ഇതെനിക്കറിയില്ല. എന്താ മോളെ, എന്നാ നീ കരയുന്നേ? ചേച്ചിനോട് പൊറുക്കണം. എന്തിനാ നീ കരയുന്നേ? എന്താ സംഭവിച്ചേ? ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ചേച്ചി, ആ ഫോട്ടോ ഞാനാ. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. സാരല്ല, ഇതിനാണോ നീ കരഞ്ഞേ? ഏതായാലും മോള് ചേച്ചിയോട് സമ്മതിച്ചല്ലോ, അത് മതി. ചേച്ചി എന്നോട്. ചേച്ചിക്ക് മോളോട് ഒരു ദേഷ്യവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. തീർന്നല്ലോ. അത് പിടിക്കേ, വാങ്ങിക്കേ. ആ, നിങ്ങളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയായി. ചേച്ചിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോ ആരുടേതാണെന്നോ ഇയാളുമായിട്ട് മോക്ക് എത്രമാത്രം അടുപ്പമുണ്ടെന്നോ ചേച്ചി ചോദിക്കുന്നില്ല. പക്ഷേ മോക്ക് ഈ ചേച്ചിയേക്കാൾ വലുത് ഈ ആളാണെങ്കിൽ ഈ ഫോട്ടോ മോള് ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. അതല്ല, മോൾക്ക് വലുത് ഈ ചേച്ചിയാണെങ്കിൽ അതിപ്പോ തന്നെ കീറിക്കളഞ്ഞേക്കും. എനിക്കെന്റെ ചേച്ചി മതി. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്കാരും വേണ്ട. കരയണ്ട, കരയണ്ടടാ. എന്തെങ്കിലും പറയാനുണ്ടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി. ഇവിടുന്നൊക്കെ വീണാ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആഭ്യന്തരമന്ത്രിയിൽ കമ്പൂത്തി കയറി. ഇത്രയും സ്പീഡിലോടുന്ന ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും PT ഉഷക്കൊക്കെ അവാർഡ് കൊടുത്തത് ആരാണോ? ഇപ്പൊ ഞാൻ സുരക്ഷിതനായി.